ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് ഞാനും ഷിൻചാനും പിഞ്ചാനും കൂടിയിട്ട് നമ്മൾ ഇന്നൊരു വണ്ടി നോക്കാൻ വേണ്ടി വന്നതാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു വണ്ടിയാണ് നമ്മൾ ഇന്ന് റീസ്റ്റോർ ചെയ്യാൻ പോണത്. അപ്പോൾ ഈ ഒരു വണ്ടിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല. എടാ ഷിൻചാൻ, നിനക്കറിയോ? എനിക്ക് എങ്ങനെ അറിയാനാ ഫ്രാങ്കിലണ്ണ, നിങ്ങൾ എന്നെ പറ. എടാ പിഞ്ചാനെ, നീ കാറിന്റെ ഭയങ്കര വലിയ ഫാനല്ലേ, നിനക്കറിയോ? ഏത് ഫാന്? എനിക്കൊന്നും അറിയില്ല ഫ്രാങ്കിലണ്ണ, നിങ്ങൾ തന്നെ പറ. ബോഡി മൊത്തം നോക്കുവാണ്, വണ്ടി ഫുള്ള് കത്തിപ്പോയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറെ ബോഡി പാർട്സ് ഒന്നും കാണുന്നില്ല. അപ്പോൾ ആരുടെയോ വണ്ടി കത്തിപ്പോയി, ഇവര് ഇവിടെ ഒഴിവാക്കിയിട്ട് പോയ വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഇപ്പോൾ ഉടമസ്ഥനൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ തന്നെ ഈ ഒരു വണ്ടിയിലെടുത്ത് പേപ്പർ വർക്കെല്ലാം ചെയ്ത് വണ്ടി ഫുള്ള് സെറ്റപ്പ് ആക്കി മൊത്തത്തിലൊന്ന് റെഡിയാക്കി ഫുള്ള് മോഡിഫിക്കേഷൻ ചെയ്ത് നമ്മൾ റോട്ടുമല ഇറക്കുന്നതായിരിക്കും. അല്ല ഫ്രാങ്കിലണ്ണ, ഇതിപ്പോ എങ്ങനെ കൊണ്ടുപോവാ? അതെങ്ങനെങ്കിലും കൊണ്ടുപോകാം നമുക്ക്. Hey ഗൈസ്, അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നമ്മൾ ഷിൻചാനും പിഞ്ചാനും എണീപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ വണ്ടി റീസ്റ്റോർ ചെയ്യാൻ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ബെന്നി അണ്ണൻ്റെ ഷോപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ആ ഒരു ചീറ്റ നമ്മൾ ഇന്ന് ഫുള്ള് റീസെറ്റ് ചെയ്ത് വെച്ച് എന്നാണ് നമ്മുടെ ബെന്നി അണ്ണൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനും ഷിൻചാനും പിഞ്ചാനും കൂടി നമ്മൾ നേരെ ബെന്നിയുടെ വർക്ക്ഷോപ്പിൽ നേരെ പോവാണ്. അപ്പോൾ ആ വർക്ക്ഷോപ്പിൽ എത്തുമ്പോഴേക്കും എല്ലാവരും ഇപ്പം തന്നെ വീഡിയോക്ക് ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് അടിക്കുക. ഇതേപോലത്തെ റീസ്റ്റോർ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ താഴ്ന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു കാറിന് ഏത് പെയിൻറ് അടിക്കണം എന്ന് നിങ്ങൾ ജസ്റ്റ് താഴ്ന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ തൽക്കാലത്തേക്ക് ഞാൻ ഒരു കളർ അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പെയിൻറ്റായിരിക്കും തൽക്കാലം നമ്മൾ ബെന്നി അടിച്ചു വെക്കാൻ. പിന്നെ നമ്മളെ പൈസ കുറച്ച് കുറവുണ്ട്. ബാക്കി നമ്മുടെ ബിസിനസ് നമുക്ക് കമ്പനി കുറച്ച് കിട്ടാനുണ്ട് പൈസ. അപ്പോൾ അതിനും കൂടിയും കൊണ്ട് നമുക്ക് പറ്റുകൊണ്ട് വേറൊരു കാർ എടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു വണ്ടി തന്നെ മോഡിഫിക്കേഷൻ ചെയ്യാം. ഫ്രാങ്കില നല്ല പൊരിയുന്ന വെയില് ഫ്രാങ്കിലണ്ണ. എടാ ഷിൻചാനെ, നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വണ്ടിന്റെ ഉള്ളിൽ കയറി ഇരിക്കുക, നല്ല AC ഇരുന്നൂടല്ലോട്ടെ. അതന്നെ ഫ്രാങ്കിലണ്ണ, ഈ ഷിൻചാൻ ഒരു പൊട്ടൻ തന്നെ. നീ ഒന്നും മിണ്ടണ്ട പിഞ്ചാനെ, നിനക്ക് പിന്നെ വെയില് കൊണ്ടാലും കുഴപ്പമില്ലല്ലോ, നീ ഓൾറെഡി കറുത്തിട്ടാണല്ലോ. എന്റെ പണി നോക്കിപ്പോടാ ഷിൻചാനെ. എടാ ഷിൻചാനെ പിഞ്ചാനെ നിർത്ത്, നിങ്ങൾ സംസാരിക്കല്ലോ, എൻ്റെ കോൺസെൻട്രേഷൻ പോകുന്നു. നമുക്ക് ബെന്നിന്റെ ഷോപ്പിൽ പോയിട്ട് വർക്ക്ഷോപ്പിൽ നിന്ന് വണ്ടി എടുക്കണ്ടേ? ഫ്രാങ്കിലണ്ണ, ഈ പോക്ക് പോയ നമ്മള് വർക്ക്ഷോപ്പില്ലേ നേരെ സ്വർഗത്തിലെത്തും. കുറച്ച് മെല്ലനെ പോ. ആഗ്രഹമുണ്ട്, പക്ഷെ ഈ വണ്ടി ചവിട്ടിക്കിനെ നിൽക്കണ്ടേ? ഇത് അമ്മാതിരെ പോക്കാ പോകുന്നത്, എന്ത് ചെയ്യാനാ? എടാ ഷിൻചാനെ, ഫ്രാങ്കിലാണെന്റെ വിചാരം ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലെ പോൾ വാക്കറാന്നാ. അതല്ലേ കാറിങ്ങനെ കാട്ടിൽ കുട്ടിലും പറപ്പിച്ച് പോന്നേ. എന്ത് ചെയ്യാനാ പിഞ്ചാനെ, കാക്ക കുളിച്ചാലും കൊക്കാവൂലല്ലോ. അല്ലയോട്ടെ, ഇജ്ജ് നിന്നെ എന്റെ പക്കട്ടായിരുന്നു. എടാ നിങ്ങൾ വായി പൂട്ടടാ, നമ്മളെ ബെന്നിന്റെ വർക്ക്ഷോപ്പ് എത്താനായി, ഇനി കുറച്ചും കൂടിയേ ഉള്ളൂ. ഇത് കൊറേ നേരം പറയുന്നത് ഫ്രാങ്കിലണ്ണ, കുറച്ചും കൂടിയേ ഉള്ളൂ. ഇതാണ് നമ്മളെ ബെന്നിയാണെന്റെ വർക്ക്ഷോപ്പ്. ഇനി എല്ലാരും ഇറങ്ങിക്കോളി. അയ്യടാ, നമ്മളങ്ങനെ ഇറങ്ങൂല, നമ്മള് വണ്ടി കണ്ടിട്ടേ ഇന്ന് ഇറങ്ങുന്നുള്ളൂ. അല്ല, ഇതാര് മൈക്കിളോ? എന്നാ പിന്നെ രണ്ടെണ്ണം സംസാരിച്ചതിന്റെ കാര്യം. എടാ ഫ്രാങ്കിലെ, നീ എന്താടാ ഇവിടെ? ആ മൈക്കിളെ, അത് ഞാനൊരു വണ്ടി റീസ്റ്റോർ ചെയ്യാൻ നമ്മളെ ബെന്നിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മളെ വണ്ടി എടുത്തോന്നാ പറഞ്ഞത്. എന്നാ ശരിയടാ ഫ്രാങ്കിലെ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഞാൻ പോയിട്ട് വരുന്നു. മൈക്കിൾ എന്തിനു കൂടെ? ഇനി മൈക്കിളിന്റെ വല്ല വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യാൻ കൊടുത്തിനോളി. അതെന്തെങ്കിലും ആട്ടെ, നമുക്ക് ബെന്നിനോട് ചോദിച്ചാൽ നമ്മളെ വണ്ടി എന്തായാലും ചോദിക്കുക. ഹലോ ബെന്നിയണ്ണ, നിങ്ങൾ ഇവിടെ ഉണ്ടോ? എടാ ഫ്രാങ്കിലെ, ഞാൻ ഇവിടെ, നീ ഇങ്ങ് കേറിപ്പോരി. അല്ല ബെന്നിയണ്ണ, ഇത് നമ്മുടെ വണ്ടി തന്നെയാണോ? എടാ ഫ്രാങ്കിലെ, ഇത് നിന്റെ വണ്ടി തന്നെയാടാ. എന്റെ മോനെ, വിഷയം വണ്ടിയല്ലേ? എങ്ങനെയുണ്ട് കാണുമ്പോ ബെന്നിയണ്ണ? വണ്ടി പിന്നെ അടിപൊളിയല്ലേ, ഞാനല്ലേ മോഡിഫിക്കേഷൻ ചെയ്ത്, പിന്നെ എങ്ങനെയാ അടിപൊളിയാവേണ്ടത് നിൽക്കാ ഫ്രാങ്കിലെ? ഗൈസ്, ബെന്നിയാണെങ്കിൽ ഞാൻ പറഞ്ഞതിനേക്കാൾ അടിപൊളിയായി മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിൻ്റെ പേര് ഞാൻ ചീറ്റാന്ന് പറഞ്ഞത്, പക്ഷേ ഈ ഒരു വണ്ടിക്ക് ശരിക്കും ഒരു പേരുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടി ഒരു ഫിലിമിലും കൂടിയുണ്ട്. അപ്പോൾ ഒരു ഇംഗ്ലീഷ് ഫിലിമാണ്. ആ ഒരു ഫിലിം അറിയുന്നവർ ജസ്റ്റ് താഴ്ന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് വണ്ടി. അപ്പോൾ വണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത് ഇറക്കിയിട്ട് കാണിച്ചു തരാം, വണ്ടീൻ്റെ ഫുള്ളായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഉള്ളിലും കൂടി നമ്മൾ കളർ മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടയറിൻ്റെ ആ ഒരു സംഭവം മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ടർബോ എല്ലാം കയറിയിട്ടുണ്ട്. പുറത്തിറങ്ങി, ഞാൻ ഉള്ളിൽ കയറട്ടെ. ഇത് തിരക്കാക്കല്ല എൻ്റെ ഷിൻചാനെ, ഇത് കുറച്ച് സമയം അവിടെ നിൽക്ക് ഗൈസ്. അതുപോലെ തന്നെ സ്പോയിലർ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വണ്ടി കിട്ടുമ്പോൾ അലങ്കോലായിട്ടുള്ള ഒരു വണ്ടി ആയിരുന്നു, കത്തിപ്പോയൊരു വണ്ടിയായിരുന്നു. അപ്പോൾ ഈ ഒരു വണ്ടിൻ്റെ ലുക്ക് കണ്ടാൽ നിങ്ങൾ ഈ ഒരു വണ്ടിൻ്റെ ഒരു റേറ്റ് ഏകദേശം ഒന്ന് എക്സ്പെക്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ കുറേ പൈസ ചിലവായിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ ഒന്നിക്കൽ ഈ ഒരു വണ്ടി സെയിൽ ചെയ്യും, ഇല്ലെങ്കിൽ നമ്മൾ വേറെ കൊടുക്കലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു വണ്ടി ആർക്കാണ് കൊടുക്കേണ്ടത്? ഇപ്പോൾ ഷിൻചാനെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഷിൻചാന് പിന്നെ ലൈസൻസ് ഒന്നും ഇല്ല. പക്ഷേ ഇതാണ് നമ്മൾ ഈ ഒരു വണ്ടിൻ്റെ ഇൻറ്റീരിയർ ആയിട്ട് വരുന്നത്. വണ്ടി ഫുള്ള് അടിപൊളിയാണ്, ഉള്ളെല്ലാം കാണാൻ. ഫ്രാങ്കണ്ണ, വീട്ടിലോട്ടേക്ക് തന്നെയല്ലേ പോന്നേ, സ്വർഗത്തിലല്ലോ. നിങ്ങൾ രണ്ടാളും പേടിക്കണ്ട, നിങ്ങൾ രണ്ടാളും ഞാൻ സേഫായിട്ട് വീട്ടിലോട്ടേക്ക് എത്തിക്കും. നിങ്ങൾ മേലെ കയറി ഇരുന്നതല്ലേ.
ഹേ ഗൈസ്, അങ്ങനെ നമ്മളെ വണ്ടി ഫുള്ള് റീസ്റ്റോർ ചെയ്ത് നമ്മൾ ഫുള്ള് മോഡിഫിക്കേഷൻ ചെയ്ത് വന്നിട്ടുണ്ട് വീട്ടിലോട്ടേക്ക്. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി. ഇപ്പോൾ ഇത് നമ്മളെ പഴയ വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു റീസ്റ്റോർ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വീഡിയോ ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് അടിക്കുക. അപ്പോൾ ഇനി ഇതേപോലത്തെ വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴ്ന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതി. ഗൈസ്, പിന്നെ ഈ ഒരു വണ്ടിന്റെ പേര് അറിയുന്നവർ താഴെ കമന്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് അടിച്ചിട്ട് പോയാ മതി.